To our YouTube channel, Starry Sisters. Starry Sisters. നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ട കുറച്ച് ടിപ്സ് എന്ന് വെച്ചാൽ വലിയതല്ല, ഞങ്ങൾ സെർച്ച് ചെയ്ത് ഞങ്ങൾക്ക് കൂടെ മനസ്സിലായത്, അതായത് യൂട്യൂബിലോട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, നമ്മളൊരു ചാനൽ തുടങ്ങും, ഫസ്റ്റ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാനാണ് ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന. അപ്പം അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഷോർട്സ് ഇടുന്നത് തന്നെ. കാരണം ഒരു ലോങ് വീഡിയോ സംബന്ധിച്ച് ഇടുന്നതിനെക്കാട്ടി ഷോർട്സ് ഇടുന്നതാണ് എപ്പോഴും ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടാനായിട്ട് സഹായിക്കുന്ന. മാത്രമല്ല നമ്മൾ എല്ലാവരുടെയും ഫീഡിൽ ആദ്യം എത്തുന്നത് ഈ ഒരു ഷോർട്സ് ആയിരിക്കും. അതായത് ലോങ് വീഡിയോ എത്തുമെങ്കിൽ പോലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഷോർട്സ് ആയിരിക്കും. അപ്പം ആ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്കൊരു ക്യാച്ച് ആയിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷനിലോട് എത്തിക്കുന്നത് ഷോർട്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഷോർട്സ് എന്നാ. സത്യം പറഞ്ഞാൽ ചാനൽ ഒന്ന് ആദ്യം ക്ലിക്ക് ആവുന്നവരെ നമ്മൾ ഷോർട്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഷോർട്സ് ഇടുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ഡെയിലി ഒരു മിനിമം 3 ഷോർട്സ് എങ്കിലും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. അത് നിർത്തരുത്. പിന്നെ ഈ ഷോർട്സിന്റെ എണ്ണം നമുക്ക് എത്ര വ്യൂവേഴ്സിനെ കിട്ടണം, എത്ര ടാർഗറ്റ് നമുക്ക് വ്യൂവേഴ്സ് ഒരു ദിവസം കൊണ്ടുവരണം, അതനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം. പക്ഷെ മിനിമം ഒരു 3 എണ്ണമെങ്കിലും തുടക്കത്തിൽ ഇട്ട്. ഞങ്ങളും ആദ്യം ജസ്റ്റ് 1, 2 ഒക്കെ ഇടത്തോളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളിപ്പം ഒന്നിടുന്നതിനെക്കാട്ടി ഒരു 1-2 എണ്ണം ഒരു ഡേ തന്നെ 3 എണ്ണമൊക്കെ ഇടുമ്പം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന്റെ എണ്ണവും കൂടുന്നുണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ പറ്റുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടു, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വ്യൂവേഴ്സ് ആയി, നാളെ നമ്മൾ ഇട്ടില്ലെന്ന് വിചാരിക്കുക, ഒരു കൺസിസ്റ്റൻസി അങ്ങ് പോകും. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ചിലപ്പം കിട്ടിയെന്നിരിക്കത്തില്ല. കാരണം ഒരു ദിവസം എന്നല്ല, ഇത് കറക്റ്റ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്ത് ഒരു 3 ഷോർട്സ് എങ്കിലും മിനിമം നമ്മൾ ഇട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ആണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഒരു ടൈമുണ്ട്. അപ്പോൾ ഒരു ടൈമും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇപ്പം നമ്മൾ ഇപ്പം 8 മണിക്കിട്ട്, പിന്നെ നമ്മൾ 12 മണിക്കിട്ടു, പിന്നെ രാത്രിയാണ് ഇടുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടൈമും ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ആ ടൈം ശ്രദ്ധിച്ച് നാളെയും അതേ ദിവസങ്ങളിൽ ഇടുവാണെങ്കിൽ ആ ഒരു വ്യൂവേഴ്സിനെ കറക്റ്റ് നമുക്ക് കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇല്ലാതായിരുന്നു. അതായത് വീഡിയോ ഇടുന്നെങ്കിൽ പോലും നമുക്ക് തോന്നാം ഈ ഒരു ടൈമിൽ ഇട്ടു, പിന്നെ 3 എണ്ണം ഇട്ടു, പക്ഷെ ഒരു തോന്നുന്ന സമയത്തൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളതും അല്ലെ വ്യൂസ് ഒന്നും നമുക്ക് അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ നോക്കി ഓരോ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു രീതി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഞങ്ങളിങ്ങനെ കുറേ സെർച്ച് ചെയ്താൽ അത് എങ്ങനെ ആയിരിക്കും, അപ്പം വ്യൂവേഴ്സ് കൂടുന്ന ഏതായിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചൊരു 8 മണി, 11 മണി, അങ്ങനെ കുറച്ച് ടൈംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചാണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ആ ഒരു വ്യൂവേഴ്സ് അതിനനുസരിച്ച് ഇങ്ങനെ കൂടുന്നുണ്ടെന്ന്. അപ്പം നമ്മളിങ്ങനെ കറക്റ്റ് നോട്ട് ചെയ്ത് ഒരു 2-3 ദിവസം അത് ഫോളോ ചെയ്തപ്പം അതാണ് നമ്മുടെ ടൈമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് 500, 1000 ആയാൽ ഒരിക്കലും അതിനെ മോണിറ്റൈസ് ആവത്തില്ല. ആകും, പക്ഷെ അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. 500 ആവുകയാണെങ്കിൽ പിന്നെ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആകണം. അതായത് 365 ഡേയ്സിൽ, അല്ലെങ്കിൽ 3 മില്യൺ, അതായത് 30 ലക്ഷം, അത് ലാസ്റ്റ് 90 ഡേയ്സിന് അത് കംപ്ലീറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഈ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവും. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് 1000 സബ്സ്ക്രൈബർ ആണ്. 1000 സബ്സ്ക്രൈബർ പ്ലസ് അവിടെ എന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂവേഴ്സ് നമ്മുടെ ഷോർട്സിനുണ്ടായിരിക്കണം. ഈ 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താലേ 1000 ആയിട്ട് നമുക്ക് പൈസ കിട്ടി തുടങ്ങത്തുള്ളൂ. അപ്പം അല്ലാതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടിയാലാണ് നമുക്ക് അത്രത്തോളം വ്യൂവേഴ്സ് കിട്ടുന്നത്. വ്യൂവേഴ്സ് കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചാനൽ
മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് ഈ 500 1000 ആയി എന്ന് വെച്ച് മാത്രം ഇങ്ങനെ മോണിറ്റൈസ് ആയി അപ്ലൈ ചെയ്യാനും പൈസ കിട്ടി തുടങ്ങത്തില്ല. എപ്പോഴും നമ്മുടെ ഈ ക്രൈറ്റീരിയ 3-ൽ 2 എണ്ണമെങ്കിലും ഒരുപോലെ ആയെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളും എല്ലാം വരത്തുള്ളൂ. അതിപ്പോ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഒന്നെങ്കിൽ 500+, ഒന്നെങ്കിൽ 3000 പബ്ലിക് ബാച്ച് അവേഴ്സ്, പിന്നെ അത് കഴിഞ്ഞ് ഷോർട്സിന്റെ ഒരു 3 മില്യൺ അല്ലേ 3 മില്യൺ. അത് കഴിഞ്ഞിട്ട് 1000ന്റെ കാറ്റഗറി എടുക്കുമ്പോൾ 1000 + 10 മില്യൺ ഷോർട്സിന്റെ ഒരു വ്യൂവേഴ്സും കിട്ടണം. അതുപോലെ തന്നെ 4000 വാച്ച് കിട്ടണം. ഈ ഇത്രയും ക്രൈറ്റീരിയ ഇത് ഫോളോ ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ്ലി മോണിറ്റൈസ് ആയി തുടങ്ങത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ എല്ലാവരെയും ഒരു തെറ്റിദ്ധാരണയാണ് 500 അല്ലെങ്കിൽ 1000 ആകുമ്പോഴേ നമുക്ക് ഹാഫായിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഈ വാച്ച് അവേഴ്സിന്റെ കാര്യം പലർക്കും അറിയത്തില്ല. സബ്സ്ക്രൈബർ കൂടുന്ന അനുസരിച്ചാണ് കിട്ടുന്നതെന്നൊരു ഇതാണ് പലരുടെ ഇതില്. അതിനോടൊപ്പം ഈ ഒരു വാച്ച് അവറും കൂടെ കൂടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും അതേപോലെ മോണിറ്റൈസും ആവത്തുള്ളൂ നമ്മുടെ ചാനല്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഷോർട്സും കാര്യങ്ങളും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പം ഞങ്ങളുടെ തന്നെ കുറേ ഫ്രണ്ട്സ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ ചിലർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഞങ്ങളിപ്പോൾ യൂട്യൂബ് ഇങ്ങനെ സ്റ്റാർട്ടായി നിങ്ങൾ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ഇട്ടാണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രചോദനം പോലെ ആയാണ്. അപ്പം നമുക്ക് കുറേ 2-3 ഫ്രണ്ട്സ് തുടങ്ങി. ഞങ്ങൾക്കൊരു സന്തോഷം. നിങ്ങളും അപ്പം അവരെയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ കുറച്ച് കാര്യമുണ്ട്. അതായത് നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയം എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം അതാണ് ആദ്യം പറയുന്നത്. പറഞ്ഞു. അപ്പൊ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ളതിന് ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ. ഇപ്പൊ ഞങ്ങളും തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമുക്കൊരു ചാനലുണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് തന്നെ എല്ലാം ചെയ്തു തുടങ്ങിയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഷോർട്സ് ഇട്ടാം. ഷോർട്സിനനുസരിച്ചാണ് പിന്നെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഫ്രണ്ട്സിന് കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു അനലിറ്റിക്സ് പോയി നോക്കുമ്പോൾ നമ്മുടെ അതിന് എത്രമാത്രം വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൂടിയത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം നമ്മുടെ ആ വീഡിയോ കണ്ട് കൂടുമ്പം അതൊന്നുകൂടെ ഇതാണ് നമുക്ക്. നമ്മൾ അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിന് ചിലവർക്ക് കൊടുക്കും. ഇതെല്ലാവർക്കും തുടങ്ങുന്ന എല്ലാവർക്കും വേണ്ടി ഇതുപോലെ പറയുക. അതായത് നമ്മൾ ചില ഫ്രണ്ട്സിനും അതേപോലെ അറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കും. ഫ്രണ്ട്സ് മാത്രമല്ല ആർക്കാണെങ്കിലും അറിയാവുന്നവർക്ക് നമ്മൾ കൊടുത്ത് ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കൊടുക്കും. അവർ ചിലവർ ആ ഒരു ടൈമിൽ മാത്രം ചെയ്തിട്ട് പിന്നെ ഇത് മാറ്റും. ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല. മേ ബി നമ്മളിങ്ങനെ പോയി പറയുന്ന സപ്പോർട്ട് ചെയ്യണമേ എന്നുള്ള പറയുന്ന സമയത്തായിരിക്കും അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ചിലവർക്ക് കാരണം ഫീഡിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു ബ്ലോഗ് കാര്യങ്ങൾ ചിലപ്പോൾ താല്പര്യമാണല്ലോ, പലരുടെ ഇൻട്രസ്റ്റ് പലതാണല്ലോ. അപ്പം നമ്മൾ ആ ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്കോടൊന്ന് ഫീൽ ആവേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇതുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്കിപ്പോൾ കാണുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മളതിലെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരുകളും കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആരിലൊക്കെ മാറ്റുവാണെങ്കിലും നമുക്ക് ആ ഒരു സബ്സ്ക്രൈബർ ലിസ്റ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു കാര്യം എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുത്ത് അയാളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാളത് ചിലപ്പോൾ വേണ്ട താല്പര്യമില്ല ആ ഒരു ഫീഡിൽ വന്ന നമ്മുടെ ആ ഒരു കൗണ്ടിന് കുറവ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വിചാരിക്കാം, അപ്പോഴായിരിക്കും ചിലപ്പോ നമ്മുടെ ഏതൊരു ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് വിചാരിച്ച് മാറുന്നത്. അപ്പൊ നമ്മുടെ 500 ആയെന്ന് കാണുമ്പോൾ ഓൾറെഡി എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും കാര്യങ്ങളും ആയിരിക്കും. പെട്ടെന്നായിരിക്കും അതിൽ നിന്ന് 2-3 പേര് പോകുന്നത്. 500 മാത്രമല്ല, ഈവൻ ഒരു ചെറിയ നമ്പർ ആണെങ്കിൽ പോലും ആ ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് അതനുസരിച്ച് കുറയും. അപ്പൊ അത് കാണുമ്പോൾ ആരും വിഷമിക്കാൻ നിൽക്കരുത്. മേ ബി ആദ്യം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഭയങ്കര കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും ആൾക്കാർ കുറച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേർക്ക് ചിലപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് കാണില്ല. അത് അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ചിലപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഒരു ഇത് കാണാനായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലൊരു സാഡ് ആവാൻ പാടില്ല. ആദ്യം യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു കുക്കിംഗ് വ്ലോഗ് തുടങ്ങുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ ചാനൽ ഇട്ട് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഈ ഫാമിലിയും അങ്ങനെയുള്ള ഡെയിലി ഉള്ള ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ പുറത്തു പോകുന്ന കാര്യവും അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്യുക, അത് ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടും. ഇപ്പം നമ്മളതിൽ കാണുന്നതാണല്ലോ. ഇപ്പം റിയാക്ഷൻ വീഡിയോസിൻ്റെ കുറേ ഉണ്ട്. പിന്നെ ബേസിക്കലി ഇപ്പം നമ്മളായിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു കണ്ടന്റ് എന്തുവാന്ന് ഇപ്പം ഞാനും ഇവളും കൂടെ ഞങ്ങളുടെ ചാനലിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എന്താണ് അതേപോലെ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം.
ചിലവർക്ക് ചിലപ്പം റിയാക്ഷൻ ചെയ്ത് ഇടുന്നതായിരിക്കും താല്പര്യം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ബേസിക്കലി ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതായത് അതൊരു റീച്ച് കിട്ടുന്ന സംഭവമാണെന്ന് വെച്ചാൽ ആണ് നല്ലൊരു റീച്ച് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മുടെ ചാനലിലിട്ട് റീച്ച് കൂടുന്നതിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി താല്പര്യമില്ല. അപ്പം നമ്മുടേതായ ഒരു ഹാപ്പിനെസ്, നമ്മുടെ ഒരു ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ബ്യൂട്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അത് മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ വേറൊരാൾ അല്ലെങ്കിൽ ഇതെടുത്ത് ചെയ്യും. ഇപ്പോൾ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു പറയുന്നതിനൊരു ഇതുണ്ട്. അല്ലാതെ പക്ഷേ ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ലേ ചില ട്രോൾസ്, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കിടന്നപ്പോൾ അല്ലെ അവരെ പറ്റി പറയുന്നത് ഇവരെ പറ്റി പറഞ്ഞെടുത്ത് ചെയ്യുന്നത് അങ്ങനത്തെ കുറെ പേരുണ്ട്. അതിനോട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും അങ്ങനെയുള്ളത് നല്ലതാണ്. പിന്നെ അവരോരോ ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനോട് ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത്. അല്ലാതെ പക്ഷെ അതൊരു നല്ല കണ്ടന്റ് അല്ലെങ്കിൽ റീച്ച് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ്. അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നടക്കണേ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് ബേസിക്കലി അതിലോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ സിനിമ റിവ്യൂസ് ഓരോ ഫിലിം കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ പറയുന്ന അത് പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത്. കാരണം ഒരു മൂവി കണ്ടാൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പോലെ പറയുന്നത് ഒരു യൂസ്ഫുൾ ആണല്ലോ. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ റിവ്യൂസ് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഞങ്ങളും വിചാരിച്ചേക്കുന്നത്. പിന്നെ എപ്പോഴും തുടങ്ങുന്നതിന് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് എവിടെയാണെന്നുള്ളത്, പിന്നെ അതിനോടൊപ്പം ഏതൊക്കെ ഇട്ട് നമുക്ക് റീച്ച് കിട്ടും എന്നുള്ളതും നമ്മൾ നോക്കിയിരിക്കണം. പലർക്കും പലതാണ്. ചിലവരാണെങ്കിൽ നല്ല വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ വരയ്ക്കുന്നത് വെച്ചായിരിക്കും അവരൊരു ചാനൽ തുടങ്ങിയേക്കുന്ന. പിന്നെ കുക്കിംഗ് മാത്രമുണ്ട്, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന്റെ മാത്രമുണ്ട്. അപ്പൊ ഞങ്ങളൊരു മൊത്തത്തിൽ മിക്സ് ആണ്. നമ്മുടെ ഫാമിലിയുടെ ഉണ്ട്, പിന്നെ ഇങ്ങനെ കോമഡി റീൽസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഡ്രോയിങ് എല്ലാം നമ്മുടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയൊരു ചാനലാണ്. ഓക്കെ. അപ്പം പുതുതായിട്ട് തുടങ്ങുന്നവരെല്ലാവരും മനസ്സിൽ വെക്കേണ്ട കാര്യം, ആദ്യത്തെ സ്റ്റേജ് കുറച്ച് ചിലപ്പോൾ നമുക്ക് ഒരു ഇറങ്ങി തിരിച്ചാലും ഒരു വിഷമം വരും. എന്താ എനിക്ക് കൂടാത്തതിന് ആരും അത് കണ്ട് വിഷമിക്കാൻ നിൽക്കരുത്. നമുക്ക് വരും, ചിലപ്പോൾ ടൈം എടുക്കും. പക്ഷെ മാക്സിമം എഫോർട്ട് ഇടുക. ഞങ്ങളുടെ ആണെങ്കിലും ഞങ്ങളെടുത്ത ആദ്യം ഞങ്ങൾക്ക് ഇത്ര 1000 ആവാൻ ഞങ്ങൾ പറഞ്ഞില്ലേ, ആദ്യം 500 ആയത്. അതാവാൻ തന്നെ നല്ല ടൈം എടുത്തതിന്. പിന്നെ 500 കഴിഞ്ഞപ്പം ഒരു ഗ്രോത്ത്. അതിപ്പം നമ്മുടെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പം കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം വോയിസ് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ വോയിസ് ഇടുമ്പോ കുറച്ചും കൂടെ നല്ല വ്യൂവേഴ്സ് കൂടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഇമ്പ്രൂവ് ആയതുപോലെ ഒരു ലെവലാണ് അത് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലായി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വന്ന് പറയാൻ തുടങ്ങി നിങ്ങൾ വോയിസ് ചെയ്യുന്നത് കാണാനാ കുറച്ചും കൂടെ നല്ലതെന്ന്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം നമ്മുടെ ചാനലിൽ. അതെ, അതേപോലെ തന്നെ പിന്നെ കുക്കിങ്ങിലാണെങ്കിൽ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ചോദിക്കും, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ പറ്റി നല്ലൊരു ടൈം വരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ എന്താ കുക്ക് ചെയ്യുന്ന ഒരുമിച്ചുള്ളതൊരു വീഡിയോ പോലൊക്കെ ആക്കാനും മാക്സിമം അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പിന്നെ ഓരോ കണ്ടന്റ് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഏതാണ് പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഏതാണ്. പിന്നെ ഇതിലെല്ലാം ഉപരി നമുക്ക് ബേസിക്കലി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിനോടൊരു ഇൻട്രസ്റ്റ് വേണം. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് എന്ന് മാത്രമല്ല നമുക്ക് കൂടെ ഒരു ഇൻട്രസ്റ്റും കൂടെ ആക്കിയിട്ട് വേണം. മെയിൻ ആയിട്ട് നമ്മളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ നിന്നൊരു ഇൻകം വേണം എന്നൊക്കെ വിചാരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ എന്നും അത് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ആ ഒരു ചാനൽ തുടങ്ങാം എടുത്തോ പിടിച്ചോ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ ആ ചാനൽ തുടങ്ങാം നമുക്ക് പൈസ ഇടാം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ വരവരിച്ചിടാതെ നമ്മുടേതായ രീതിയിൽ കുറച്ച് ഇതായിട്ടൊക്കെ കൂടെ നോക്കണം. പിന്നെ കുറെ ആപ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എഴുതി അങ്ങനെയൊക്കെ പല രീതിയിൽ ഇടാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെപ്പറ്റി ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ പറഞ്ഞപ്പോൾ ഓർത്തിയാ എപ്പോഴും ഇടുമ്പോൾ തമ്പനെയില് ഒരു കവർ ഒക്കെ ഇടുമ്പോൾ അത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകുമ്പോൾ ആൾക്കാരൊന്നും കൂടെ എടുക്കാനൊന്നും ഇതാക്കും. കൊള്ളാം, ഇതിലെന്താണ് സംഭവം. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ ഒരു നമ്മളാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും അട്രാക്റ്റീവ് തമ്പനേഴ്സ് ഞങ്ങളത് പറഞ്ഞ് പരസ്പരം ഷെയർ ചെയ്ത് എടുക്കാറുണ്ട്. മേ ബി
ചിലതിൽ സത്യം പറഞ്ഞാൽ എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവർ ആ വീഡിയോ നമ്മൾ എടുക്കുന്നത്? നമുക്ക് ഓക്കെ ഇതിനകത്ത് അത് കാണും, അല്ലെങ്കിൽ ചിലത് നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവ് ഉണ്ട്, ചിലത് നമ്മൾ ഈ ട്രോൾസിലും ചിലതിലൊക്കെ കാണത്തില്ലേ, അതായത് ഒരു ബന്ധമില്ലാത്ത പോലെ അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതവരൊരു ട്രിക്കാണ്. കാരണം നമ്മൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്കൊരു വാച്ച് അവർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അപ്പോൾ ഗെയ്സ് ഇതൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ച ടിപ്സ്. അപ്പം നിങ്ങളും ഇതുപോലെ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനൽ ഡേ ബൈ ഡേ ആയിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് വരിക. എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കൊണ്ടുവരാം അല്ലേ? പിന്നെ ഒരിക്കലും തളരരുത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, കോപ്പിറൈറ്റ് വരുന്നത് 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ ചാനൽ പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സ്ട്രൈക്ക് വേറെയാണ്, കോപ്പിറൈറ്റ് മാത്രം വരുന്നത് നമ്മുടെ ചാനലിനെ എഫക്ട് ചെയ്യത്തില്ല. പക്ഷെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വരുവാണെങ്കിൽ അത് നമ്മുടെ ചാനലിൽ കുറച്ച് ഇതാണ്. 3 വട്ടമാണ് ഉള്ളത്. അപ്പൊ അത് വരുമ്പം കുറച്ച് നമ്മുടെ ചാനൽ പ്രശ്നം വരും. അല്ലാതെ വെറുതെ കോപ്പിറൈറ്റ് എന്ന് മാത്രം ഒരു രീതി ചില പാട്ടിന് കോപ്പിറൈറ്റ് വന്നാൽ അത് വരാറുണ്ട്. അല്ലെ പ്രൈവറ്റ് ആക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുവാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വന്നെന്ന് പറഞ്ഞ ഉടനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ, അപ്പം ഡിലീറ്റ് ചെയ്ത് ആ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം ഫർദറായിട്ട് അതെന്തുകൊണ്ട് വന്ന് അങ്ങനെ ഇങ്ങനെ ചെയ്യാനും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുവാണെങ്കിൽ ആ കണ്ടന്റ് പ്രൈവറ്റ് ആക്കിയിട്ട് നമ്മൾ എന്തായിരുന്നു സംഭവം എന്നുള്ളതൊക്കെ നോക്കുക. എടുപിടിയെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഞാനല്ല ഇവളങ്ങ് പോകും. ഓക്കെ. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ മടി കാരണം മാറ്റിയിരിക്കുന്നവരും തുടങ്ങുക. ആദ്യം കുറച്ച് ടൈം എടുക്കും. കുറെ പേർക്ക് ആഗ്രഹമുണ്ട് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു ബാക്കിയെങ്കിൽ എന്താവര് പറയും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറെ പേര് മാറിയിരിക്കണം. പക്ഷെ അങ്ങനെയൊന്നും നിൽക്കരുത്. നിങ്ങൾ മുന്നോട്ട് വരണം, നല്ല രീതിയിൽ എല്ലാവരും വളരണം. ഇപ്പം നമ്മളൊരു സൂപ്പർ ഒരു വീഡിയോ ഒക്കെ ആയി സെറ്റായിട്ട് തുടങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്ന് പോത്തേ ഉള്ളൂ. അപ്പം നമ്മളുടെ കണ്ടന്റുകൾ വെച്ച് ആദ്യത്തെ വീഡിയോസൊക്കെ നമുക്ക് എപ്പോഴും ഒരു പൊട്ട ടൈപ്പ് ആയിരിക്കും. ഞങ്ങളുടെ തന്നെ എടുത്ത് ആദ്യത്തെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മളും ഉള്ളത് വെച്ച് അത്യാവശ്യം ഒരു നല്ല കണ്ടന്റൊക്കെ വെച്ച് തുടങ്ങുക. അങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തോളും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇതുവരെ യൂട്യൂബ് തുടങ്ങാത്ത ഒരാൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായി തുടങ്ങിക്കോളും. കുറച്ച് ടൈം എടുക്കും, പക്ഷെ എങ്കിലും ഒരു എഫോർട്ടിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റീച്ച് ആവും. അപ്പോൾ ആരും കൺഫ്യൂഷനായിട്ട് ഇരിക്കണ്ട, സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വ്ലോഗിൽ കാണാം, വീണ്ടും കാണാം. സ്റ്റാറി സിസ്റ്റേഴ്സ്, ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ.